മലയാളത്തിന്റെ യുവതാരവും മോഹൻലാലിന്റെ മകനുമായ പ്രണവ് മോഹൻലാൽ ഇതുവരെ അഭിനയിച്ച സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അതിനു മുൻപായി നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1990 ജൂലൈ 13 പ്രണവ് മോഹൻലാൽ ജനിക്കുന്നത്. ഇപ്പോൾ 33 വയസ്സ് പ്രായമുള്ള പ്രണവ് മോഹൻലാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിക്കുകയും മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുമായിരുന്നു പ്രണവ് ഫിലോസഫിയിൽ ബാച്ചിലർ ഡിഗ്രി എടുത്തിരുന്നത്. യാത്രകളും പുസ്തകങ്ങളുമാണ് പ്രണവിന്റെ പ്രധാന വിനോദം. ഇത്രയും വലിയ സ്റ്റാറിന്റെ മകനായിട്ടും വളരെ ലളിത ജീവിതം നയിക്കുന്ന പ്രണവ് ദൂരസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മാർഷൽ ആർട്സിലും കഴിവ് തെളിയിച്ച പ്രണവ് മോഹൻലാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാള സിനിമയിൽ ബാലതാരമായി എത്തുകയും പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായും ഗായകനായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് മോഹൻലാൽ ആദ്യമായി സിനിമയിലെത്തുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, രമ്യ കൃഷ്ണൻ, ബിജു മേനോൻ, NF വർഗീസ്, കാവ്യ മാധവൻ, ലാലു അലക്സ്, ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അച്ഛൻ മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ച രവിശങ്കർ എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമായിരുന്നു പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ പാവങ്ങളുടെ നേതാവായി മാറുന്ന രവിശങ്കറിന്റെയും സലീം ഭായ് എന്ന ഡോണിന്റെയും ഗുലാബ് ചന്ദ് ഷായുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. സംവിധായകൻ തമ്പി കണ്ണന്താനം തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. AV ഗോവിന്ദൻകുട്ടി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. SP വെങ്കടേഷ് ആയിരുന്നു ഗാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. എന്നാൽ ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു പ്രണവ് മോഹൻലാലിന് ലഭിച്ചിരുന്നത്. വളരെ വലിയ പ്രതീക്ഷയിൽ അന്നത്തെ കാലത്ത് തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ഇത്. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വേണ്ടത്ര കളക്ഷൻ നേടാൻ സാധിക്കാതെ വരികയും സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയുമായിരുന്നു. 3 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ സിനിമ മേജർ രവിയും രാജേഷ് അമ്മാനക്കരയും ചേർന്ന് സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ പുനർജനി എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ അപ്പു എന്ന കഥാപാത്രത്തെയായിരുന്നു പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ ഊർമിള ഉണ്ണി, ജഗന്നാഥൻ, മേജർ രവി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മേജർ രവി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയായിരുന്നു ഇത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമായിരുന്നു പുനർജനി. ഈ സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവഗണന നേരിടുന്ന അപ്പു എന്ന കഥാപാത്രം ചില വികൃതികളാൽ വീട് വിട്ടിറങ്ങുകയും പിന്നീട് നഗരപ്രദേശങ്ങളിൽ പലയിടങ്ങളിൽ വീട്ടുജോലിക്കായി നിൽക്കുകയും ഒടുവിൽ തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതുമായിരുന്നു കഥ. ഈ സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ പ്രകടനത്തിന് നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഈ സിനിമയിലൂടെ പ്രണവിന് ലഭിക്കുകയും ഈ സിനിമയിൽ അഭിനയിച്ച മാസ്റ്റർ വിഷ്ണുവിന് സ്പെഷ്യൽ ജൂറി മെൻഷനും ലഭിച്ചിരുന്നു. എന്നാൽ ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയമായി മാറുകയായിരുന്നു. 8.1 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച IMDb റേറ്റിംഗ്. പ്രണവിന്റെ മൂന്നാമത്തെ സിനിമ 2009 അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ചാക്കി റീലോഡഡ് എന്ന സിനിമയാണ്. ഗാങ്സ്റ്റർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, സമ്പത്ത്, ശോഭന, ഭാവന, മനോജ് ഗജയൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 1987 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായ 20ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു ഇത്. SN സ്വാമി തിരക്കഥ ഒരുക്കിയ ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു. ഈ സിനിമയിൽ അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു ക്യാമിയോ റോളിലായിരുന്നു പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് വമ്പൻ ഹൈപ്പിലായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. പക്ഷേ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. വേണ്ടത്ര വിജയമാകാൻ സാധിച്ചില്ല. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ആവറേജ് മാത്രമായിരുന്നു. എന്നാൽ മികച്ച കൊറിയോഗ്രാഫർക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെ ദിനേശ് കുമാറിന് ലഭിച്ചിരുന്നു. 5.3 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച IMDb റേറ്റിംഗ്. പ്രണവ് മുതിർന്നതിന് ശേഷം നായകനായി എത്തുന്ന ആദ്യ സിനിമ 2018 ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ ജഗപതി ബാബു, സിദ്ദീഖ്, ലെന, അതിഥി രവി, അനുശ്രീ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തിയിരുന്നു. മാത്രമല്ല സംവിധായകൻ ജീത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ക്യാമിയോ റോളിൽ എത്തിയിരുന്നു. ജീത്തു ജോസഫ് രചന നിർവഹിച്ചിരുന്ന ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു. മ്യൂസീഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ആദ്യ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഈ സിനിമയിൽ ഗാനരചയിതാവായും സിംഗറായും പ്രണവ് മോഹൻലാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഗാനം അദ്ദേഹം ആലപിച്ചിട്ടുമുണ്ട്.
പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പ്രണവ് നായകനായെത്തിയ ആദ്യ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 6.4 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച IMDb റേറ്റിംഗ്. പ്രണവ് മോഹൻലാൽ നായകനായ അടുത്ത സിനിമ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ 21ാം നൂറ്റാണ്ട് എന്ന സിനിമയായിരുന്നു. ആക്ഷൻ റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ കൂടാതെ റേച്ചൽ ഡേവിഡ്, മനോജ് ഗേജൻ, ധർമ്മജൻ ബോൾഗാട്ടി, ബിജു കുട്ടൻ, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഗോവയിൽ ജനിച്ചു വളർന്ന അപ്പു എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ കൂടിയായ അരുൺ ഗോപി തന്നെയായിരുന്നു ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. ടോമിച്ചൻ മുളകുപാടമായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആന്റണി പെരുമ്പാവൂരും ഗോകുൽ സുരേഷും ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളും എത്തിയിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗോപി സുന്ദറായിരുന്നു ഗാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ആദ്യ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ റിലീസിന് ശേഷം എത്തിയ സിനിമയായതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു സിനിമ ആരാധകർ. എന്നാൽ വമ്പൻ ഹൈപ്പിലെത്തിയ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് കലക്ഷൻ നേടാൻ സാധിക്കാതെ ദുരന്തമായി മാറുകയായിരുന്നു. 3.1 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ച IMDb റേറ്റിംഗ്. അടുത്ത സിനിമ പ്രിയദർശന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രമായിരുന്നു. എപ്പിക് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, അർജുൻ സർജ, സുനിൽ ഷെട്ടി, പ്രഭു, നെടുമുടി വേണു, സിദ്ദീഖ്, മഞ്ജു വാര്യർ, കല്യാണി പ്രിയദർശൻ, കീർത്തി സുരേഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നയിക്കുന്ന പോരാളിയായ 4ാമത്തെ കുഞ്ഞാലി മരക്കാരുടെ ജീവിതകഥയായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞിരുന്നത്. സംവിധായകൻ പ്രിയദർശൻ തന്നെയായിരുന്നു സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു ചിത്രം നിർമ്മിച്ചിരുന്നത്. മോഹൻലാൽ അവതരിപ്പിച്ച കുഞ്ഞാലി മരക്കാരുടെ ചെറുപ്പകാലമായിരുന്നു പ്രണവ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. വമ്പൻ ഹൈപ്പിൽ വമ്പൻ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. വമ്പൻ ഹൈപ്പിലും വമ്പൻ ബഡ്ജറ്റിലുമായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഏകദേശം 100 കോടിക്കടുത്ത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 49 കോടിക്കടുത്താണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയത്. സിനിമ വലിയ പരാജയമായിരുന്നു. സ്ക്രിപ്റ്റിലും മറ്റുമുള്ള പാളിച്ചകളായിരുന്നു പരാജയത്തിന് കാരണം. 5.9 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ച IMDb റേറ്റിംഗ്. അടുത്തത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ഹൃദയം എന്ന സിനിമയായിരുന്നു. കമ്മിങ് ഓഫ് ഏജ് റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ, അജു വർഗീസ്, വിജയ രാഘവൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അരുൺ നീലകണ്ഠന്റെയും ദർശനയുടെയും ക്യാമ്പസ് പ്രണയവും അരുണിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 52 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. ഹൃദയം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന 3ാമത്തെ സിനിമ കൂടിയായിരുന്നു ഹൃദയം. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിലെ പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ അവാർഡും ഈ ചിത്രം നേടിയിരുന്നു. അതുകൂടാതെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള അവാർഡും ഈ സിനിമയിലൂടെ ഹിഷാം അബ്ദുൽ വഹാബിന് ലഭിച്ചിരുന്നു. 8.1 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന IMDb റേറ്റിംഗ്. അടുത്ത സിനിമ 2024 ഏപ്രിൽ 11 തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. പീരീഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസന്, നിവിൻ പോളി, അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൈശാഖ് സുബ്രഹ്മണ്യനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഭൂരിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയാണിതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്കടുത്ത് കളക്ഷൻ നേടി ഈ സിനിമ മുന്നേറുകയാണ്. ഇനിയും ഒരുപാട് കളക്ഷൻ നേടി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും. ഒരുപാട് പരാജയ സിനിമകൾക്ക് ശേഷം നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസന്റെയും ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ കണ്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഏകദേശം 8 സിനിമകളിലാണ് പ്രണവ് മോഹൻലാൽ ഇതുവരെ അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ദൃശ്യത്തിന്റെ റീമേക്കായി കമൽഹാസൻ നായകനായി 2015 പുറത്തിറങ്ങിയ പാപനാശം എന്ന സിനിമയുടെയും ദിലീപ് നായകനായി ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ 2 സിനിമകളുടെയും അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രണവ് മോഹൻലാൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമകളിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രണവ് മോഹൻലാലെ ഇഷ്ടപ്പെടുന്നത് യാത്രകളെയാണ്. പലപ്പോഴും ലളിത ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നത്. എന്നാൽ സിനിമകളിൽ അഭിനയിക്കുന്നത് കൂടുതലും സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരമാണ്.
അപ്പോൾ ഇത്രയും പ്രണവ് മോഹൻലാൽ സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണവ് മോഹൻലാൽ സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു 1K ലൈക്ക് ടാർഗറ്റ് ഈ വീഡിയോയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.